നമസ്കാരം. അടുത്ത നാളിൽ വ്യാപകമായി പ്രചരിച്ച് കാണുന്ന ഒരു മെസ്സേജാണ്, വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കണ്ട ഒരു മെസ്സേജാണ്. 1000 ആണ്ടുകാലം ഭാരതത്തിൽ ഇസ്ലാമിക ഭരണം നടന്നിട്ടും ഈ രാജ്യത്തൊരു കുഴപ്പവും ഉണ്ടായില്ല. ഇപ്പോൾ ഹിന്ദുക്കൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഹിന്ദുക്കൾക്ക് ഭീഷണിയാണ് എന്ന് പറയുന്നത് തട്ടിപ്പാണ്, നുണയാണ് എന്ന ഒരു നുണപ്രചാരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 2-3 കാര്യങ്ങളാണ്. 1000 ആണ്ടുകാലം ഇവിടെ ഭരിച്ചിട്ടും ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഈ 1000 ആണ്ട് കാലത്തോളം വിദേശത്ത് നിന്ന് ആക്രമിച്ച് കയറി വന്ന, കൊള്ളയടിച്ച, കൊന്നുകളഞ്ഞ, ക്ഷേത്രങ്ങൾ തകർത്ത ആൾക്കാരുടെ വക്താക്കൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും ഉണ്ട് എന്നാണല്ലോ. അവർക്ക് വേണ്ടി വാദിക്കുന്നവർ ഈ 1000 ആണ്ടിന് ശേഷവും ഇവിടെ ഉണ്ടെങ്കിൽ അവരാണല്ലോ വലിയ അപകടകാരികൾ. അവരെയാണല്ലോ നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ ആ പ്രചാരണത്തിൻ്റെ ആദ്യത്തെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം, മുൻപ് ഭാരതത്തിന് വെളിയിൽ നിന്ന് ആക്രമിച്ച് കടന്നു വന്ന അത്തരം ആക്രമണകാരികളുടെ വക്താക്കൾ ഭാരതത്തിൽ, കേരളത്തിൽ സ്വൈരവിഹാരം നടത്തുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് അത്തരക്കാരെ കരുതിയിരിക്കണം. അവർ ഏത് നിമിഷവും ഈ രാജ്യത്തിനെതിരായി ഇതിനുള്ളിൽ നിന്നുകൊണ്ട് പൊട്ടിത്തെറിക്കാനോ കൂട്ടിക്കൊടുക്കാനോ അല്ലെങ്കിൽ ഒറ്റിക്കൊടുക്കാനോ ഈ രാജ്യത്തെ തന്നെ തകർക്കാനോ അവർ കൂട്ടുനിൽക്കും എന്നുറപ്പാണ് അത്തരം പ്രചാരണങ്ങൾ നടത്തുന്നവർ. അതുകൊണ്ട് ആ പ്രചാരണം നടത്തുന്നവരെയും ആ പ്രചാരണങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരെയും കരുതിയിരിക്കണം. അവശേഷിക്കുന്ന ദേശസ്നേഹികളായിട്ടുള്ള എല്ലാവരും, ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ഓരോ മതത്തിലും ഇല്ലാത്തവരായാലും ഇത്തരം കപട വ്യാഖ്യാനക്കാരെ നിങ്ങൾ കരുതിയിരുന്നില്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടും. അതാണ് ഒരു കാര്യം. രണ്ടാമത്, 1000 ആണ്ടുകാലം ഭാരതത്തെ അടക്കി ഭരിച്ചിട്ടും ഭാരതത്തിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്ന പടുവിഡ്ഢികൾ 1000 ആണ്ടുകാലം ഭാരതത്തിൽ എവിടെയാണ് ഈ മുഴുവൻ ഭാരതത്തെയും അടക്കി ഭരിച്ചിരുന്നത്? ഭാരതത്തിൻ്റെ അവിടെ ഇവിടെയും മൂലകളിലോ അല്ലെങ്കിൽ കേന്ദ്രങ്ങളിലോ ഒക്കെ ഭരിച്ചിട്ടുണ്ട്. മുഴുവൻ ഭാരതത്തെ പോയിട്ട് പകുതി ഭാരതത്തെ പോലും ഒരിക്കലും വിദേശ മുസ്ലിം ആക്രമണകാരികൾ ഭരിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അതുകൊണ്ട് ഭാരതത്തെ ഞങ്ങൾ 1000 ആണ്ട് ഭരിച്ചിട്ട് ഓമനിക്കുകയായിരുന്നു, താരാട്ട് പാടുകയായിരുന്നു, ഞങ്ങൾ അങ്ങ് നന്നാക്കുകയായിരുന്നു എന്ന വർഗീയവാദികളുടെ പ്രചാരണം ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അവർ ഭരിച്ച ഇടങ്ങളിലൊക്കെ വളരെ സമാധാനപരമായിട്ടായിരുന്നു ഭരിച്ചത്. എന്തുകൊണ്ടാണ്? CE കോമൺ ഇറ 711 മുഹമ്മദ് ബിൻ കാസിം ആക്രമിച്ചു വരുന്നത് അറേബ്യയിൽ നിന്ന്. ഇസ്ലാമിക ആക്രമണം ആദ്യമായി കാര്യമായി ഉണ്ടായത് അപ്പോഴാണ്. ആ 711 ഇസ്ലാമിക ആക്രമണം നടത്തി വന്ന മുഹമ്മദ് ബിൻ കാസിം ആക്രമിച്ചത് സിന്ധ് പ്രദേശത്താണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഗാന്ധാര ദേശത്താണ് ആക്രമിച്ചത്. കാൻഡഹാർ, അന്നത്തെ ഗാന്ധാരം. അതന്ന് ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു, ഹിന്ദുക്കൾ ജീവിച്ചിരുന്ന പ്രദേശമായിരുന്നു, ഭാരതീയരുടെ പ്രദേശമായിരുന്നു, സനാതനധർമ്മം നിലനിന്നിരുന്ന പ്രദേശമായിരുന്നു. ആ പ്രദേശം നൂറ്റാണ്ടുകൾക്ക് ശേഷം പിന്നീട് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനായി താലിബാൻ ഭരിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ മാത്രമുള്ള ഒരു പ്രദേശമായി തീവ്രവാദികളുടെയും വർഗീയവാദികളുടെയും സ്ത്രീ വിരോധികളുടെയും ഒരു നാടായി ഗാന്ധാരം അധപ്പതിച്ചത് എങ്ങനെയാണ്, അധപ്പതിപ്പിച്ചത് ആരാണ്, തകർത്ത് കളഞ്ഞത് ആരാണ് എന്ന് ഈ ന്യായം പറയുന്ന വിഡ്ഢികൾ ഉത്തരം പറയേണ്ടതാണ്. അത് ഒരു കാര്യം. മറ്റൊന്ന്, ഏതാണ്ട് 78 കൊല്ലം മുൻപ്, 78-79 കൊല്ലം മുൻപ് ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ പഞ്ചനദികളുടെ നാട്. ആ പഞ്ചനദികളുടെ നാട് മാറി പഞ്ചാബ് എന്ന് പറയുന്ന പ്രദേശം, ഇന്നത്തെ പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം, അവിടെ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു. അവിടെ എങ്ങനെയാണ് ഇസ്ലാമിക രാജ്യമായി മാറിയത്? ആരാണ് ആക്കിയത്? പരുക്കൊന്നും പറ്റിയില്ലായിരുന്നെങ്കിൽ 1000 ആണ്ടുകാലത്ത് ഭരിച്ചത് ഇവിടെ അങ്ങ് സുവർണ നഗരമാക്കുകയും ഭാരതത്തെ സ്വർഗസമാനമാക്കുകയായിരുന്നെങ്കിൽ ഇന്നത്തെ പാകിസ്ഥാൻ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ഈ ചരിത്രവിഡ്ഢികൾ ഉത്തരം പറയേണ്ടതാണ്. മൂന്നാമത്, ആ കാലത്ത് തന്നെ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ വംഗദേശം, ബംഗ്ലാദേശ്, ഇന്നത്തെ ബംഗ്ലാദേശ്. അവിടെ എങ്ങനെയാണ് സനാതനധർമ്മികൾ മുഴുവൻ ഇപ്പോൾ കൂട്ടക്കൊലയ്ക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നത്? അവിടെ എങ്ങനെയാണ് മതരാജ്യമായി മാറിയത്, വർഗീയവാദികളുടെ നാടായി മാറിയത് എങ്ങനെയാണ്? ഏറ്റവും അധപ്പതിച്ച ഒരു രാജ്യമായി ഇന്നത്തെ ബംഗ്ലാദേശ് പ്രദേശം മാറ്റിയത് ആരാണ്? സുവർണ ഭാരതത്തിൽ നിന്ന് ആരാണ് അതിനെ അടർത്തി മാറ്റിയത്?
ആരാണ് അതിനെ നശിപ്പിച്ചു കളഞ്ഞത്? ആരാണ് അവിടെ ഭാരതത്തിൻ്റെ ഭാഗമല്ലാതെ ആക്കിയത്? ഭാരതത്തിൽ 1000 ആണ്ടുകാലം ആക്രമിച്ച് വന്ന് കൊള്ളയടിച്ചും കൊല ചെയ്തും കൂട്ടബലാത്സംഗം നടത്തിയും കൂട്ടമെന്ന പരിവർത്തനം നടത്തിയും ഒക്കെ ഈ രാജ്യത്തെ മുച്ചൂടും മുടിക്കാൻ ശ്രമിച്ചിട്ട് ഇത്രയൊക്കെ പരുക്കുകൾ ഏൽപ്പിച്ച ആക്രമണകാരികൾക്കൊപ്പം നിൽക്കുകയാണോ നിങ്ങൾ? അതാണോ നിങ്ങളുടെ സംസ്കാരം? അതാണോ നിങ്ങളുടെ നാടിനോടുള്ള കൂറ് എന്ന് പറയുന്നത്? നാണമുണ്ടോ പറയാൻ? ഇതൊക്കെ വലിയ സുന്ദരമായ കാലമായിരുന്നു അവരുടെ ഭരണം എന്ന് ഇപ്പോൾ നിങ്ങളെപ്പോലെയുള്ളവർ ഇവിടെ കിടന്ന് ഈ ഞൊളയ്ക്കുന്നത്, ഇവിടെ കിടന്ന് ഈ വർഗീയത പ്രചരിപ്പിക്കുന്നത്, ഭീകരവാദത്തെ വളർത്തുന്നത്, തീവ്രവാദത്തെ ശക്തിപ്പെടുത്തുന്നത്, വിഘടനവാദത്തിന് വേണ്ടി പണിയെടുക്കുന്നത്, വർഗീയതയെ ഇത്രയും രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിക്കുന്നത്, നിങ്ങൾക്ക് ഇതിനുള്ള സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ഈ 1000 കൊല്ലം മുൻപ് 1000 ആണ്ടുകൾക്ക് അപ്പുറത്ത് വന്ന ഈ ആക്രമണകാരികൾ കാരണമാണല്ലോ നിങ്ങളിപ്പോൾ ഇവിടെ ഈ വീര്യം പറഞ്ഞ് നിൽക്കാൻ കാരണക്കാരായത്. അല്ലാതെ ഇവിടെ മുസ്ലിങ്ങൾ പൊട്ടിമുളച്ചതൊന്നും അല്ലല്ലോ. ഈ നാട്ടിലുണ്ടായിരുന്നവരെ മരണത്തിന് വിധേയരാകാൻ തയ്യാറല്ലാത്തവരെ ഭീഷണിപ്പെടുത്തി മതം മാറ്റിയിട്ടാണ് ഈ നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് അതിൻ്റെ വക്താക്കളായിക്കൊണ്ട് ഞങ്ങൾ ഈ നാടിൻ്റെ സന്തതികളാണ് എന്ന് പറയുന്നത് ദുരൂഹമാണ്, സംശയാസ്പദമാണ്, ചതിയന്മാരുടെ ശബ്ദമാണ് അതിൽ നിന്ന് കേൾക്കുന്നത്. അതല്ലാതെ ഈ നാടിനോട് സ്നേഹമുള്ള മതത്തിൽ പെട്ടുപോയി അങ്ങനെ വിദേശ ആക്രമണകാരികളുടെ കാരണത്തെ കൊണ്ടാണെങ്കിലും പിന്നീട് സ്വദേശത്ത് തന്നെ ഉണ്ടായിരുന്ന ഹൈദറിൻ്റെയും ടിപ്പുവിൻ്റെയും ആക്രമണത്തെ കൊണ്ടൊക്കെ ആണെങ്കിലും എത്രയോ തലമുറകൾക്ക് മുൻപ് അങ്ങനെ ആയിപ്പോയി, മതം കൊണ്ട് അങ്ങനെ ആയിപ്പോയി. പക്ഷേ ഈ നാടിൻ്റെ മക്കളാണെന്ന് വിചാരിച്ച് ജീവിക്കുന്നവർക്ക് അവരെ സംബന്ധിച്ച് അവർ നിങ്ങളുടെ കൂടെ അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവർ നിങ്ങളുടെ കൂടെയല്ല, അവർ ഈ നാട്ടിലുണ്ട്, അവർ ഈ നാടിൻ്റെ സന്തതികളായി ഈ നാടിൻ്റെ എല്ലാ ഉപ്പും ചോറും ഒക്കെ ആയിട്ട് അവർ കഴിയുന്നുണ്ട്. ഈ നാടിൻ്റെ രക്തത്തിൻ്റെ രക്തവും മാംസത്തിൻ്റെ മാംസവുമായിട്ട് അവർ കഴിയുന്നുണ്ട്. അവരുടെ മുമ്പിൽ നിങ്ങൾ അവർ സ്വയം തങ്ങളുടെ പൂർവികന്മാരിങ്ങനെ മതം മാറ്റപ്പെട്ടവരാണെന്ന് അറിയുകയും അതുകൊണ്ട് തന്നെ ഈ നാടിനോട് കൂറുള്ളവരായി നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനത്തെ മുസ്ലിങ്ങൾ ധാരാളമാണ്, വളരെ കൂടുതലുണ്ട്. പക്ഷേ അവരുടെ പേരിൽ പണ്ട് ആക്രമിച്ചു വന്നവർക്ക് ന്യായം പറയാൻ വേണ്ടി ഈ ദേശസ്നേഹികളായ ആൾക്കാരുടെ പേരിൽ, അത്തരം മുസ്ലിങ്ങളുടെ പേരിൽ നിങ്ങൾ ചെലവഴിക്കേണ്ടതില്ല. ആക്രമണകാരികൾക്ക് ന്യായം പറയാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. കാരണം അങ്ങനത്തെ ഒരു പടു സ്വാതന്ത്ര്യമാണല്ലോ കോൺഗ്രസ് ഇവിടെ സ്വാതന്ത്ര്യാനന്തരം നിയമത്തിലുണ്ടാക്കി വെച്ചത്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. നെഹ്റുവും കോൺഗ്രസ്സുകാരും എല്ലാം ഈ വിഘടനവാദികൾക്കും വിഭജനവാദികൾക്ക് വേണ്ടിയും ഭീകരവാദികൾക്ക് വേണ്ടിയും ഉള്ള നിയമങ്ങളും സംരക്ഷണങ്ങളും ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അന്ന് ഡോക്ടർ അംബേദ്കറും സർദാർ പട്ടേലും സവർക്കറും ഒക്കെ പറഞ്ഞത് ജനസംഖ്യാപരമായ ട്രാൻസാക്ഷൻ നടത്തണം എന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ വീര്യം പറയാൻ, ഈ നുണ പറയാൻ നിങ്ങളാരും ഇവിടെ അവശേഷിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഈ നാട്ടിലെ മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞ് ഈ നാടിൻ്റെ സന്തതികളായി ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞ് ക്രൂരതകൾ മാത്രം അനുവർത്തിച്ചിട്ടുള്ള ദശലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ മുസ്ലിം ആക്രമണകാരികളുടെ വക്താക്കളായി അവരുടെ കൈക്കാരായി ഇവിടെ നിന്ന് വിലസുന്നത്, ഇവിടെ ഈ നുണ പറയുന്നത് ഇനി വിലപ്പോവില്ല. നിങ്ങൾ പറഞ്ഞ നുണകളൊക്കെ കുറേയൊക്കെ വില പോയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അടക്കം നിങ്ങളുടെ മൂടുതാങ്ങികളായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് ആവർത്തിക്കാം. പക്ഷേ സാധാരണ മുസ്ലിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളുടെ തട്ടിപ്പ്, നിങ്ങൾ ഈ പറയുന്ന നുണ. എത്ര ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഹിന്ദുക്കളെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നിട്ടുണ്ട് വിദേശ മുസ്ലിം ആക്രമണകാരികൾ. സിഖ് മതം ഉണ്ടായത് മുസ്ലിം ആക്രമണകാരികളിൽ നിന്ന് ഭാരതത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് സിഖ് മതം ഉണ്ടാക്കിയത് ഗുരു നാനാക്ക്. എത്രയോ യുദ്ധങ്ങൾ നടന്നിരിക്കുന്നത്, എത്രയോ യുദ്ധങ്ങൾ, എത്രയോ ഭൂപ്രദേശം നഷ്ടമായി. എന്നിട്ടും ഭാരതം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ആക്രമണകാരികളുടെ സൗജന്യമല്ല. ഇവിടെ ശൂരന്മാരും വീരന്മാരും ദേശസ്നേഹികളുമായിരുന്ന നാട്ടുകാരുണ്ടായിരുന്നത് കൊണ്ടാണ്. അത്തരം മുസ്ലിങ്ങളോ അത്തരം ഹിന്ദുക്കളോ അത്തരം സിഖുകാരോ അല്ലാത്തവരും ഒക്കെ ഈ നാട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങൾ സമൂലമില്ലാതെയാക്കാൻ
സമൂലം ഭാരതത്തെ ഇല്ലാതെയാക്കാൻ വന്ന വിദേശ മുസ്ലിം ആക്രമണകാരികളെ മുച്ചൂടും മുടിച്ച് തിരിച്ചയച്ചത് കൊണ്ടാണ് ശേഷിക്കുന്ന ഭാരതമെങ്കിലും ഇപ്പോഴും ഉള്ളത്. നിങ്ങളെപ്പോലെയുള്ളവർ വളരെ കൂടുതൽ പണ്ടുണ്ടായിരുന്നത് കൊണ്ടാണ് പാകിസ്ഥാൻ ഉണ്ടായത്. നിങ്ങളെപ്പോലെയുള്ളവർ വളരെ കൂടുതൽ കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ഉണ്ടായത്. അതുകൊണ്ട് ഇനിയൊരു പാകിസ്ഥാൻ ഉണ്ടാകാൻ, ഇനിയൊരു ബംഗ്ലാദേശ് ഉണ്ടാകാൻ, ഇനിയൊരു അഫ്ഗാനിസ്ഥാൻ ഉണ്ടാകാൻ നിങ്ങളുടെ ഈ തട്ടിപ്പ് കൊണ്ട് അനുവദിക്കില്ല. തീവ്രവാദവും ഭീകരവാദവും മതമൗലികവാദവും കയ്യിൽ വെച്ചാൽ മതി. അതിൻ്റെ ചെലവിൽ, സാധാരണ മുസ്ലിങ്ങളുടെ ചെലവിൽ ഈ നുണ പറഞ്ഞ് ഈ ആക്രമണകാരികളെ വെള്ളപൂശുന്ന, ഈ ഭാരതത്തെ കണ്ടം തുണ്ടമാക്കാൻ മെനക്കെട്ട് കുറേയൊക്കെ പരുക്കേൽപ്പിച്ച് അഫ്ഗാനിസ്ഥാൻ നഷ്ടപ്പെടുത്തിയ, പാകിസ്ഥാൻ നഷ്ടപ്പെടുത്തിയ, ബംഗ്ലാദേശ് നഷ്ടപ്പെടുത്തിയ നിങ്ങളും നിങ്ങളുടെ പൂർവികന്മാരും ഇനി നിങ്ങളുടെ സന്തതികളെയും നിങ്ങൾ അങ്ങനെ ആക്കി തീർക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് അങ്ങനെ ആക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതാണല്ലോ ഞാൻ പറഞ്ഞ കോൺഗ്രസ്സുകാരുണ്ടാക്കി വെച്ച സ്വാതന്ത്ര്യം. പക്ഷേ നാട്ടിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും ചെലവിൽ ഈ ഏർപ്പാട് വേണ്ട. ആക്രമണകാരികളാണ്. അവർ അനേക ലക്ഷം ഹിന്ദുക്കളെ, സിഖുകാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ മുടിച്ചു കളഞ്ഞിട്ടുണ്ട്, തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർ പരിശുദ്ധാത്മാക്കളായിരുന്നു എന്ന നിങ്ങളുടെ കെട്ട പ്രചാരണം അവസാനിപ്പിച്ച് നല്ലവരായ മുസ്ലിങ്ങളിൽ നിന്ന് അകന്ന് ഈ നാടിൻ്റെ ശത്രുക്കളോടൊപ്പം ശയിച്ചുകൊള്ളുക. അവർ തരുന്ന നക്കാപ്പിച്ച മേടിച്ച് കഴിഞ്ഞുകൊള്ളുക. പക്ഷെ നാട്ടിലെ നല്ലവരായ ആൾക്കാരുടെ പേരിൽ ഈ തട്ടിപ്പ് പ്രചരിപ്പിക്കേണ്ടതില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം.